അപ്പം ഞാൻ എക്സൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ കഷ്ടപ്പെട്ട് പൊരഞ്ഞു പോയി കണ്ടോ. അതിപ്പം പണിയാണല്ലത്. ചെയിൻ ടൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ലൂണയ്ക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വണ്ടി ഭയങ്കര സൗണ്ട്. അപ്പം അത് എന്തോ ഒന്ന് നോക്കിയിട്ട് വരാം. അത് എന്തോ ശരിയാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, അതോ കൊണ്ടുപോയി ശരിയാക്കണമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ലൂണയ്ക്ക് എക്സലിന് ചെറിയ എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. വണ്ടി എടുക്കുമ്പോൾ ഭയങ്കര സൗണ്ട്, എന്തോ ഒരയുന്നുണ്ട്. എന്തുവാണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. ആകെ ടെൻഷനായി, വല്ലാത്തൊരു ഇതായി. കാരണം ഈ ഭാഗത്ത് എന്തോ ഒരയുന്നുണ്ട്. വണ്ടി നീങ്ങുന്നില്ല. ബ്രേക്ക് കൊണ്ടു കിടക്കുമെന്ന് നോക്കി ബ്രേക്ക് കൊണ്ടു കിടക്കുമല്ലേ. എന്തായാലും ഈ ഭാഗത്ത് എന്തോ, എനിക്കൊന്ന് ചെയിനാണെന്നൊന്നും അറിയാൻ വയ്യ. ചെയിൻ ചെറിയ ലൂസാണ്, പക്ഷെ അത് തട്ടുവാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ മെക്കാനിക്ക് പണിയൊന്നും അറിയത്തില്ല, എങ്കിലും അഴിച്ചു നോക്കി എന്തോന്ന് അറിയണം. കാരണം എന്തുമായാലും ഇതിന് നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യണം, പിന്നെ ബ്രേക്ക് ഷൂ മാറ്റാനുണ്ട്, ആക്സിലേറ്റർ കേബിള്, ഇങ്ങനെയുള്ള ചെറിയൊരു പണി ഉണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ വേറെ എന്തോ വരയുന്നുണ്ട്. കാരണം നമ്മളിപ്പോഴേ വണ്ടി റെഡിയാക്കി വെച്ചാലേ പറ്റത്തുള്ളൂ. അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വണ്ടിക്കുണ്ട് നിലവിൽ. അതുകൊണ്ട് തന്നെ ഫ്ലാഗ്, ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ മാറ്റി, പക്ഷേ ഫ്ലാഗ് മാറ്റിയിട്ടില്ല. പക്ഷേ ഫ്ലാഗ് മൊത്തം നമ്മുടെ കീറിപ്പോയായിരുന്നു. അപ്പം ഇനി അടുത്ത കേരള ട്രിപ്പ് പോകുമ്പം ഫ്ലാഗ് നമുക്ക് ഒരെണ്ണം മേടിച്ചേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം ഇത് തന്നെ പാടുട്ട മേടിച്ച പുനലൂരൊന്നും കിട്ടാനില്ലായിരുന്നു. അപ്പം ഫ്ലാഗ് ഒന്ന് മാറ്റണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വണ്ടിക്ക് ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തന്നെ ഇവിടുന്ന് ഈ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു ആംഗിൾ കൊടുത്തിട്ട് ബോർഡ് വെക്കാനുള്ള സെറ്റപ്പ് ചെയ്യാനുണ്ട്. അപ്പം ഫ്രണ്ടൊക്കെ നമ്മൾ അന്ന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഇടിച്ച് പോയിരുന്നു, ഒട്ടിച്ച് വെച്ചോ. കാരണം ബോർഡിനകത്ത് ഇരിക്കുന്നുണ്ട്, ഒട്ടിച്ച് വെച്ചോ. ഇത് നമുക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വരും, ചിലപ്പോൾ ഇതെടുത്ത് കളയേണ്ടി വരും. ബോർഡ് വേറെ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യാം. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മഴ ചാറുന്നുണ്ട്. അപ്പം ചാർജിൻ്റെ ഇത് അടച്ചു വെച്ചില്ലെങ്കിൽ, അപ്പോൾ ഇതൊക്കെ പൊട്ടിപ്പോയായിരുന്നു. ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഇതൊക്കെ പൊട്ടിപ്പോയായിരുന്നു. ഇതൊക്കെ മാറ്റം. അപ്പോൾ ഇതെല്ലാം മാറ്റമുണ്ട് നമുക്ക്. അപ്പോൾ ചെറിയ ചെറിയ പണികളുണ്ട്. അപ്പം ഇതിനകത്തുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നിലവിൽ ഇതിൻ്റെ വണ്ടി നമുക്ക് ഇതുവരെ നമുക്ക് സ്വന്തമായിട്ടില്ല. നമ്മൾ പുതിയൊരു വണ്ടി വേറൊരാളുടെ പേരിലെടുത്ത വണ്ടിയാണ്. പക്ഷേ അത് ഫിനാൻസ് കുറച്ച് നമുക്ക് യാത്ര പോയപ്പോഴത്തേക്ക് സാമ്പത്തിക പ്രശ്നം വന്നപ്പം ഫിനാൻസ് കുറച്ച് പ്രശ്നം വന്നു. അപ്പം ഫിനാൻസ് ഇച്ചിരി പ്രശ്നമായിട്ട് കിടക്കുക. അപ്പം വണ്ടി ചെറിയ ഒരു പ്രശ്നത്തിൽ നിൽക്കുക. നമുക്ക് ഫിനാൻസ് എന്ന് വെച്ചാൽ CC കുറച്ച് അടച്ച് തീർത്താലേ നമുക്ക് ഫിനാൻസ് റെഡി ആവത്തുള്ളൂ. അല്ലെങ്കിൽ CC-കാരുകളെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക, വണ്ടി കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കത് സെറ്റാകാം. അതിന് മുമ്പ് ഇത് എന്തോ കംപ്ലയിൻറ്റ് നോക്കാം. നമ്മുടെ കൈ വണ്ടി കിടക്കുമ്പം എന്തെങ്കിലും നമ്മൾ അതേണ കണ്ടേ പറ്റും. അതേണ തന്നെ ഇപ്പം ഞാൻ എക്സൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വളരെ കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ് എക്സൽ. വേറെ വണ്ടി എടുക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഈ എക്സൽ നമ്മൾ എടുത്തത്. ഇതിൽ യാത്ര പോയത്, ഈ യാത്രയോട് ഇതിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ വണ്ടി അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നതാണ് തന്നെ ഈ വണ്ടി ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അതാണ് ഒരുപാട് പന്ന കമൻറ്റുകൾ അല്ലെങ്കിൽ നല്ല കമൻറ്റുകളും നമുക്ക് വരുന്നുണ്ട്, പിന്നെ യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പം നല്ല വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, അഭിമാനവും തോന്നുന്നുണ്ട്. അപ്പം പന്നലും വരുന്നുണ്ട്. പക്ഷേ പന്നൽ വരുന്നതിനകത്തെല്ലാം ഞാൻ പ്രതികരിക്കുന്നുണ്ട്. അതിന് എന്തോ ചെയ്താലും അത് ഞാൻ പ്രതികരിക്കും. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന വണ്ടി നിങ്ങൾ എടുക്കുമായിരിക്കും. ഇപ്പോൾ ഒരു സ്കൂട്ടിയോ ഒരു ബുള്ളറ്റോ RC-യോ എന്തെടുത്താലും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട രീതിയിൽ എടുക്കുന്ന വണ്ടിയായിരിക്കും. അത് നിങ്ങളുടെ ജീവനായിരിക്കും. അത് കണക്ക് തന്നെ ഈ വണ്ടി എൻ്റെ ജീവനാണ്. അത് ആ ഒരു സംഭവം തന്നെയാണ്. അപ്പം ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതെന്തുമായാലും മാറ്റണം. അപ്പം ചാവി എടുക്കട്ടെ. അപ്പം ചാവി എടുത്ത് ഇതിനകത്താണ് നമ്മുടെ ടൂൾസ് ഇരിക്കുന്നത്. ബോക്സിനകത്ത് ടൂൾസ് എടുത്തിട്ട് ടൂൾസിൻ്റെ സാധനം എല്ലാം ബോക്സിനകത്ത് കിടക്കും കേട്ടോ. അപ്പം പലരും നമ്മുടെ വണ്ടിയെ കളിയാക്കിയിട്ടുണ്ട്.
കളിയാക്കിയവരടുത്തൊക്കെ പറയാനുള്ളത് വെച്ചാൽ ഈ വണ്ടി നമുക്ക് ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത വണ്ടി, അപ്പോൾ എനിക്ക് ഈ വണ്ടിയോട് അത്ര താല്പര്യമുണ്ട്. അത് പിന്നെ ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ വണ്ടിയിൽ എനിക്ക് ഈ വണ്ടി സ്വന്തമായിട്ടില്ല, അല്ലെങ്കിൽ സ്വന്തമാവുന്നവരെ ഞാൻ ഈ വണ്ടിയിൽ തന്നെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. അതിന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയാലും നമുക്ക്, കാരണം പല നല്ല കമൻറ്റുകൾ വരുന്നുണ്ട്, അവരുടെ ഒറ്റ രീതിയിൽ നമ്മൾ ഈ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യും, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ അതിന് എന്ത് പറഞ്ഞാലും നമ്മളിതിനകത്ത് തന്നെ യാത്ര ചെയ്യും. ഓക്കെ, ഇത് തന്നെ. ഈ സാധനം ഷിറ്റ് എല്ലാം ലൂസാട്ടോ. ഇതൊന്ന് അഴിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം, നമുക്ക് അറിയത്തില്ല എങ്കിലും അഴിക്കുമോ, വണ്ടിയുടെ പണികളൊന്നും അറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം, എന്തോ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ചെയിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെയിൻ്റെ ആയിരിക്കാനാണ് സാധ്യത. ഇത് തിരിച്ച് സാധാരണ ഞാൻ എന്ത് ഇളക്കിയാലും സാധാരണ തിരിച്ച് ഫിറ്റ് ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും ഒരെണ്ണം അധികം കാണും. എന്താണെന്ന് അറിയത്തില്ല, ഇത് നമ്മൾ യാത്ര ചെയ്തപ്പം ഈ വണ്ടിയോട് അത്രയ്ക്ക് മോഹം തോന്നി. അതുകൊണ്ട് നമ്മളിനി യാത്ര ചെയ്യുവാണെങ്കിൽ ഈ വണ്ടി നിലവിൽ നമ്മുടെ ഈ കാണുവാണെങ്കിൽ യാത്ര ഇതിനകത്ത് തന്നെ ആയിരിക്കും. വേറെ ഒരു വണ്ടിയിലും യാത്ര ചെയ്യാൻ ഉദ്ദേശമില്ല. എന്തായാലും നമുക്ക് നോക്കാം. യെസ്, ഇളക്കി. അയ്യ, ഇളകുന്നെങ്ങനെ ഇളക്കാനാണ്. സംഭവം ഓക്കേ. ആഹാ, പൊളി സാധനം. ഇത് കണ്ട, ഇത് ഇവിടെ കിടന്ന് ഒരയുന്ന സൗണ്ട്. അയ്യോ, മൊത്തം ഒരഞ്ഞു പോയി കേട്ടോ. ഇത് മുറുക്കുന്ന എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, നല്ല നമുക്ക് മുറുക്കായിരുന്നു. സംഭവം ചെയിൻ ടൈറ്റ് ചെയ്യാൻ അറിയത്തില്ല, അല്ലേ നമുക്ക് ടൈറ്റ് ചെയ്യായിരുന്നു. ഈ ഫുള്ള് ഒരഞ്ഞ കേട്ടോ, ഫുള്ള് കണ്ടേ. ഫുള്ള് ഒരഞ്ഞു പോയി കണ്ടോ. അതിപ്പം പണിയാണല്ലത്. ചെയിൻ ടൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എങ്ങനെ ടൈറ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തെങ്കിലും അല്ലെങ്കിൽ കൊണ്ട് കാണിക്കണം. ചെയിൻ ടൈറ്റ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവരെ കൊണ്ട് ടൈറ്റ് ചെയ്യിക്കായിരുന്നു. പക്ഷേ അത് അല്ല, പിന്നെ യൂട്യൂബിൽ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് വരട്ടെ ഇത് ടൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പം മഴയുണ്ട് കേട്ടോ. ഓ, ചെയിൻ്റെ പരിപാടി നമുക്ക് നടന്നില്ല. കാരണം ചെയിൻ ഇവിടെ ഈ നെറ്റ് ലൂസ് ചെയ്തിട്ട് ഇവിടാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോഴേ ചെയിൻ മുറുകത്തുള്ളൂ. പക്ഷേ ഇതിനുള്ള സ്പാനർ നമുക്കില്ല. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ചെറിയ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് എയർ നല്ല കുറവാണ്. അപ്പം നമ്മൾ പോകാൻ നേരത്തെ ഒരു ചെറിയ എയർ പൈപ്പ് എയർ അടിക്കുന്നത് മേടിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് എയർ അടിക്കാം. എയർ നല്ല കുറഞ്ഞായിരുന്നു. വഴിയൊന്നും നമ്മൾ എയർ പോലും അടിച്ചില്ല. ആ രീതിയിൽ നമ്മളെ വണ്ടി ഒരു രീതിയിൽ നമ്മളെ ചതിച്ചില്ല. ചെറിയതായിട്ട് ബ്രേക്ക് പോയി, അല്ലാതെ ഒരു പ്രശ്നവും വണ്ടി ഉണ്ടാക്കി തന്നില്ല. അപ്പോൾ ഓക്കെ, അത്യാവശ്യം എയറായിട്ടുണ്ട്. അയ്യോ, എൻ്റെ അടപ്പവിടെ വെച്ചുകൊണ്ട് അപ്പം അത്യാവശ്യം നമുക്ക് വേണ്ട രീതിയിലുള്ള പണി ചെയ്ത് ബാക്കിയെല്ലാം ഇനി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയിൻ മുറുക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് സ്പാനറും കാര്യങ്ങളൊക്കെ വേണം. സ്പാനർ ഓയിൽ ചേഞ്ചിങ് ഒരുപാട് പരിപാടി ഉണ്ട്. അപ്പോൾ അതും നമുക്ക്
ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് ബാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഈ ഫ്ലാഗെല്ലാം ഇരിക്കട്ടെ, പിന്നെ ഒരു വെക്കാം. കാരണം എന്തായാലും വേറെ ഫ്ലാഗ് മേടിക്കും. അതിന് മുമ്പ് അത് കഴുകി വെക്കാം. ഇപ്പം അപ്പോൾ ഇതെല്ലാം ഓക്കെ ആയല്ലോ. അപ്പോൾ ഓക്കെ, ഇച്ച് വെയിലത്തിരിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബാക്കി സാധനങ്ങളെല്ലാം ഇവിടെ കിടക്കുക. ഇതും നമുക്ക് എടുത്ത് വെക്കാം. രണ്ടൊന്നും കഴിവില്ല, അത് കണക്കിരിക്കും. കഴുകാനൊന്നും സമയം കിട്ടിയില്ല, കാരണം നമ്മൾ ഫുള്ള് റെസ്റ്റായിരുന്നു. അതുകൊണ്ട് പിന്നെ കഴുകാനൊന്നും സമയമൊന്നും കിട്ടിയില്ല. എല്ലാം ഇനി കഴുകി സെറ്റാക്കി വെക്കണം, വണ്ടി പണിയണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിപ്പോൾ നിലവിൽ നമുക്ക് ഉണ്ട്. അപ്പം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഓക്കെ അല്ലേ? അപ്പം അതുകൊണ്ട് വണ്ടിയോട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഇനി ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കകത്ത് ഈ കുറച്ച് ലഗേജ് നമുക്കിനി അടുത്ത ട്രിപ്പിന് കുറയ്ക്കേണ്ടി വരും. ലഗേജ് കൂടിപ്പോയി ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ലഗേജ് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഓക്കെ ഗൈസ്. പിന്നെ അതേ കണക്ക് തന്നെ ഇതിനകത്ത് ഒറ്റ ഒരു കാര്യം ഇവിടെ കാണിക്കാറുണ്ട്. ഇതിനകത്ത് കുറേ കമൻറ്റുകൾ വന്നു. ഈ വണ്ടിയും കൊണ്ട് പോയപ്പോഴും വണ്ടിയും കൊണ്ട് കുറേ വീഡിയോ ചെയ്തപ്പം കുറേ അവന്മാർ കമൻറ്റ് ചെയ്തു, നിനക്കൊന്നും വേറെ പണിയില്ലയോ എന്നൊക്കെ പറഞ്ഞു. വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കി എടുത്ത വണ്ടിയാണ്. ആ കഷ്ടപ്പാട് എന്തോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇത് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന മനീഷ കണ്ട, വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതും യാത്ര ചെയ്യാൻ വന്നതും വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെ. അപ്പം ഞങ്ങളുടെ യാത്രയും കഷ്ടപ്പാടും ഇനിയും തുടരും. കഷ്ടപ്പാട് എന്തോ ആവട്ടെ, പക്ഷേ യാത്ര ഇനിയും തുടരും.